ഞാനിവിടെ ഇപ്പോൾ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ തന്നെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചട്ടിയിലോട്ടോ പാനിലോട്ടോ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയതാണ്, അതോടെ ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കണം. ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ഈ കറിക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ഒരു 2 ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇതിലൂടെ ചേർക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിതിവിടെ ചെറുതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കുറച്ച് വെള്ളം ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി ലൂസാക്കണ്ട, കുറച്ചൊരു തിക്നെസ് വേണം. ഇത് നന്നായിട്ടൊന്ന് ചെറുതായി തിളച്ച് വരാൻ തുടങ്ങുന്ന വരെ നമുക്കൊന്ന് അടുപ്പിൽ വെക്കാം. ഇവിടെ ഇപ്പോൾ സൈഡൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കാം. കടുക് പൊട്ടിക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മൂക്കുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് കീറി വന്നിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.